കാവിക്കൂട്ട് കത്തുന്നോ സുനിൽ? കാവിക്കൂട്ട് കത്തുകയാണ്. ഏതായാലും വി ഡി സതീശനാണ് ആദ്യം ഡീൽ ആരോപണം ഉന്നയിച്ചത്. ഡീൽ ആരോപണത്തിന് പിന്നാലെ അത് അവിടെ നിന്ന് പടർന്ന് ഏറ്റവും ഒടുവിൽ അതിപ്പോൾ മുഖ്യമന്ത്രി ശക്തമായ ഒരു വി ഡി സതീശൻ്റെ പഴയകാലത്തെ ഒരു ഫോട്ടോ ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് 2006 വി ഡി സതീശൻ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അന്ന് ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷമാണ് RSS നടത്തിയത്. ആ RSS പരിപാടിയിൽ എന്തിനായിരുന്നു വി ഡി സതീശൻ പങ്കെടുത്തത്? അന്ന് 2006 നടക്കാനിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു ആ ഒരു പരിപാടി നടന്നത്. അപ്പോൾ അതൊരു ഡീലല്ലേ എന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും ഇത് വലിയ വിവാദമായിരുന്നു. പല കാലത്തും വി ഡി സതീശൻ്റെ കോൺഗ്രസ് ആത്മാർത്ഥതയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് സംഘപരിവാറുമായുള്ള ബന്ധം സ്ഥാപിക്കാനൊക്കെ തന്നെ ഇടതുപക്ഷം ഈ ഫോട്ടോ ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ തന്നെ ഈ വിഷയത്തിന് മറുപടി നൽകാൻ വി ഡി സതീശൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് 2013 അന്ന് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടിയിൽ VS അച്യുതാനന്ദൻ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. 2006 കാര്യം ചോദിക്കുമ്പോൾ വി ഡി സതീശൻ 2013 കാര്യം പറഞ്ഞ് തടി തപ്പുന്നതാണ് പലപ്പോഴും ഉള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി വേണം. എന്തിനായിരുന്നു 2006 ആ പരിപാടിയിൽ പങ്കെടുത്തത്? അത് BJPയുടെ വോട്ട് വാങ്ങാനല്ലേ, BJPയുമായുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടല്ലേ എന്ന ചോദ്യം ചോദിക്കുകയാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ ആ ചോദ്യത്തിന് ഫേസ്ബുക്കിലൂടെ വി ഡി സതീശൻ നൽകിയ മറുപടിയിലും അതിന് ഉത്തരവില്ല. 2006 എന്തിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്? ആ പരിപാടിയിൽ പങ്കെടുത്തതിന് കൃത്യമായൊരു ന്യായീകരണം വി ഡി സതീശൻ നൽകുന്നില്ല. പകരം ഒരു 10-15 ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. 2006 എന്ന വർഷത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ RSSുമായുള്ള ബന്ധം സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഇപ്പോഴൊക്കെ തന്നെ നടത്തുമ്പോൾ ഈ 90കൾക്ക് മുൻപുള്ള RSSും 90കൾക്ക് ശേഷമുള്ള RSSനും വലിയ ഒരു വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് RSS, നമ്മളിപ്പോൾ ഗാന്ധി വധത്തിന് ശേഷം RSS നിരോധിച്ചിട്ടുണ്ട്, പല കാലങ്ങളിൽ RSS ബന്ധമൊക്കെ തന്നെ വിവാദമായിട്ടുണ്ട്, EMS ഒക്കെ തന്നെ വളരെ ശക്തമായി RSSനെതിരെ നിലപാടെടുത്ത സാഹചര്യമൊക്കെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ 77 കാര്യവും 89 കാര്യവും അരുൺ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷേ 92 ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമാണ് RSS എന്ന് പറയുന്ന സംഘടനയോടുള്ള അതിശക്തമായ വിരോധവും RSS എന്ന് പറയുന്ന സംഘടന ഏറ്റവും അപകടകരമായൊരു സംഘടനയാണ് എന്ന നിലപാടിലേക്ക് രാജ്യത്തെ മതേതര വിശ്വാസികളെല്ലാം മാറുന്നത്. 92 മുൻപും 92 ശേഷവുമുള്ള RSS രണ്ട് തരത്തിലുള്ള RSS ആയാണ് നമ്മൾ രാജ്യത്ത് വിലയിരുത്തുന്നത്. നമുക്കറിയാലോ, 91 തന്നെ LK അദ്വാനി നയിച്ചിട്ടുള്ള രാമജന്മഭൂമി മുന്നേറ്റം അത് രാജ്യത്ത് പലയിടങ്ങളിൽ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞതിന് പിന്നാലെയാണ് 89 VP സിംഗ് സർക്കാരിന് ഉള്ള പിന്തുണ പിൻവലിക്കുന്നത് BJP. അന്ന് കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു VP സിംഗ് സർക്കാർ താഴെ വീഴണമെന്നത്. അപ്പോൾ അന്ന് കോൺഗ്രസും BJPയും ഒന്നിച്ചു നിന്നില്ലേ VP സിംഗ് സർക്കാരിനെ വലിച്ച് താഴെയിടാൻ എന്ന് ആരോപണം ഉന്നയിച്ചാൽ എന്ത് മറുപടി പറയും? അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രത്തിലെ പല കാലത്ത് ജനതാ പാർട്ടിയിലായാലും ജനസംഘത്തിലായാലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള സഖ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ മാറ്റങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ 92 ശേഷം RSSുമായുള്ള നിലപാടിൽ വളരെ വ്യത്യസ്തമായ സമീപനമാണ് രാജ്യത്തെ എല്ലാ മതേതര പാർട്ടികളും സ്വീകരിച്ചത്. 1992 ബാബറി മസ്ജിദ് തകർത്ത ശേഷം രാജ്യത്ത് എത്രയിടങ്ങളിൽ കലാപമുണ്ടായി? 2002 ഗുജറാത്ത് കലാപം ഒരു മതേതര വിശ്വാസിക്കും രാജ്യത്ത് അംഗീകരിക്കാനാകില്ല. വലിയ വംശഹത്യയാണ് ഗുജറാത്തിൽ നടന്നത്. ആ 2002 വംശഹത്യക്ക് പിന്നാലെയാണ് 2006 വി ഡി സതീശൻ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അതിനെന്താണ് ന്യായീകരണം എന്ന ചോദ്യമേ ഉള്ളൂ. അപ്പോൾ ഗുജറാത്ത് കലാപത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വംശഹത്യ ചെയ്ത ആ ഒരു കലാപത്തിന് ശേഷം കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ വി ഡി സതീശൻ എന്തിനായിരുന്നു അന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായില്ല എന്ന് വി ഡി സതീശൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ മറുപടി എന്നത് അതിനുള്ള ഉത്തരമേ അല്ല. ഒരുപക്ഷേ നാളെ ഇനി വി ഡി സതീശൻ വാർത്താസമ്മേളനം നടത്താൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വാർത്താസമ്മേളനത്തിലൂടെ ഇതിനുള്ളൊരു മറുപടി വി ഡി സതീശൻ നൽകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ ഇപ്പോൾ പ്രധാനമായും വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കുന്നത്
92-ലെ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം 2002-ലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം RSSനോടുള്ള കടുത്ത നിലപാട് രാജ്യത്തെ മതേതര വിശ്വാസികളൊക്കെ സ്വീകരിച്ചിരിക്കെ 2006-ൽ എന്തിന് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ്. അതിനി 2013-ലെ VS അച്യുതാനന്ദൻ പങ്കെടുത്ത പരിപാടിയുടെ കാരണം പറഞ്ഞ് VD സതീശൻ ഒഴിഞ്ഞു മാറാനാകില്ല. ഏതായാലും ഈ ഡീൽ വിവാദം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമായും VD സതീശനായാലും കോൺഗ്രസ് ആയാലും ശക്തിപ്പെടുത്തുന്നത് അത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി UDF-ലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇപ്പോഴും എന്താണ് ഡീൽ എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം കോൺഗ്രസ് നൽകിയിട്ടില്ല. അവിടെ ഒരു ഡീലുണ്ട്, ഇവിടെ ഒരു ഡീലുണ്ട്, ഇവിടെ ഒരു സ്ഥാനാർത്ഥി, എന്തുകൊണ്ട് പാലക്കാട് ന്യൂനപക്ഷ സ്ഥാനാർത്ഥി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്നത് സംബന്ധിച്ചുള്ള കുറേ ചോദ്യങ്ങൾ ഉയർത്തുന്നതിനപ്പുറത്ത് എന്താണ് ഡീൽ എന്നതിൽ ഒരു വ്യക്തതയും ഇതുവരെ VD സതീശനോ കോൺഗ്രസോ UDF-ഓ നൽകിയിട്ടില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമല്ല. ന്യൂനപക്ഷത്തിലെ സ്ഥാനാർത്ഥിയാണോ നിർത്തിയതാണോ കുഴപ്പമെന്ന് മുഖ്യമന്ത്രിയുടെ തിരിച്ചുള്ള ചോദ്യമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അതിലൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എന്താണ് പാലക്കാട്ട് പ്രധാനമായും UDF-ഉം കോൺഗ്രസും ഉയർത്തുന്ന പരാതി എന്താണ്? പാലക്കാട് UDF-ഉം കോൺഗ്രസും ഉയർത്തുന്ന പരാതി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളതാണ്. അതിന്റെ വളരെ കൃത്യമായ മറുപടി കാര്യം. ആ സമയത്ത് ഈ ഷാഫി പറമ്പില് പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ആരായിരുന്നു അവിടുത്തെ MLA? CPM-ന്റെ MLA തോപ്പിച്ചാണ് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി. അപ്പൊ അത് മുസ്ലിം സ്ഥാനാർത്ഥിയല്ല. അല്ല അങ്ങനെയല്ല. പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ ചോദ്യം ഉണ്ടാകില്ല. അല്ല അങ്ങനെയാ. പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ലാതെ ഒരു സ്വതന്ത്രനെ കണ്ടെത്തുമ്പോൾ ആ സ്വതന്ത്രനെ കണ്ടെത്തുന്നതിലെ CPM അധികാരത്തിൽ MLA ആയിരിക്കുന്ന സ്ഥലത്താണ് ഷാഫി പറമ്പിൽ ഒരു കാൻഡിഡേറ്റ് ആയി വരുന്നത്. അവിടെ സ്വതന്ത്രനെ തെരഞ്ഞെടുത്തതിലെ രാഷ്ട്രീയമാണ് സംശയിക്കുന്നത്. അതെങ്ങനെയാണ് പറയാന്ന് വെച്ചാൽ കോൺഗ്രസോട് ചോദിക്കണം. താരതമ്യം ശരിയല്ലാതെ ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഒരു സ്വതന്ത്രനെ കണ്ടെടുക്കുന്നതിൽ നിങ്ങൾ അതിൽ വെച്ചിരിക്കുന്ന താനൂര് അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയാക്കി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലായിരുന്നോ? അല്ലേ? KT ജലീലെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. PV അൻവർ നിലമ്പൂർ സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി. വിജയസാധ്യത നോക്കി ഓരോ മണ്ഡലത്തിലെ സാഹചര്യമല്ല, ഓരോ സ്ഥലത്ത് വിജയസാധ്യത. ഒരു സംശയം സ്മൃതി ഒറ്റ സെക്കൻഡ് എനിക്ക് തരുമോ? ബേപ്പൂരിൽ എന്തിനാ PV അൻവറിനെ പിന്തുണച്ചത്? മുഹമ്മദ് റിയാസിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനല്ലേ? അവിടെ പ്രകാശ് ബാബുവും UDF-ഉം തമ്മിലൊരു ഡീലുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് BJP സുനിൽ പൂർത്തിയാക്കിയ ശേഷം എന്റെ ഒഴുത്തിൽ ഞാൻ പറഞ്ഞോളാം. സുനിൽ പൂർത്തിയാക്കട്ടെ. ഇവിടെ എന്തും ചോദിക്കാനാണെങ്കിൽ ചോദിച്ചോണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഡീൽ എന്നൊരു ആരോപണം ഉന്നയിച്ചു മാത്രമല്ല ആരോപണം ഉന്നയിച്ചു മാത്രമല്ല CJP എന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുകയാണ്. CPM-ഉം BJP-യും സഖ്യമാണെന്നൊക്കെ തന്നെ കോൺഗ്രസിന്റെ മഹാറാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ വന്ന് പറയുകയാണ്. പക്ഷെ എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഒരു ഘട്ടത്തിലും ഇങ്ങനെ ഒരു സഖ്യമുണ്ടെന്നോ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും അങ്ങനെ ഒരു യോഗം നടത്തിയിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലും അതിനുള്ള രേഖയുണ്ടോ? തെളിവുണ്ടോ? ഒരു സാഹചര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപം ഉന്നയിക്കുന്നതിനപ്പുറത്ത് രാഷ്ട്രീയം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം. ഇതുവരെ ഈ രാഷ്ട്രീയ ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടേയില്ല. ഇവിടെ വികസന കാര്യങ്ങളായാലും മറ്റ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളായാലും ഉള്ള വിഷയങ്ങളിൽ ഒരു ചർച്ചയും ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ ചർച്ചയിലേക്ക് നീങ്ങണം. ഇനിയെങ്കിലും UDF ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് മാറി. Meet the editors.